ഹായ് മാഡം. 31 വർഷമാണ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. അതേപോലെ ഉണ്ട്. ഇതേപോലത്തെ ഒരു സാരിയാണല്ലോ അതിനകത്ത് ക്ലൈമാക്സ്. ശ്രീദേവി നന്നായി നോക്കിയിട്ടുണ്ടെന്ന്. എങ്ങനെയായിരുന്നു ആ ഒരു പുതുമയോടെ തന്നെയാണല്ലോ ഇപ്പോഴും കണ്ടിരിക്കുന്നത്. പിന്നെ ഗൂസ്ബംസ് ആണ് എനിക്ക് ഇപ്പോഴും കിട്ടിയത്. ഒരു രോമാഞ്ചനമാണ്. വളരെ നന്നായിരുന്നു. വെരി നൈസ്. പിന്നെ പുതിയതായിട്ട് ഈ സൗണ്ട് ഇഫക്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സമയത്ത് ലാലേട്ടന്റെ നായികയായിട്ടൊരു പടത്തിൽ അഭിനയിക്കും എന്നൊക്കെ പറയുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതൊരു അത്ഭുതമാണ്. ഒരൊറ്റ പടം മതി. 31 വർഷങ്ങളുടെ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇനി ഒരുപാട് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു അല്ലേ? ഇതിനകത്ത് ഇപ്പൊ വന്ന ഒരുപാട് ലെജൻസ് ആരും ഇപ്പൊ ഇല്ല നിലവിൽ. ശരിക്കും ഒരുപാട് ആൾക്കാർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു ആ സമയത്ത് അവരെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളൊരു? അതെ അതൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. തിലകൻ സാറിൻ്റെ കുറേ പടങ്ങൾ ഞാൻ കണ്ടിരുന്നു. പിന്നെ നെടുമുടി സാറിൻ്റെയും കുറേ പടങ്ങൾ കണ്ടിരുന്നു. നെടുമുടി സാറും പിന്നെ തിലകൻ സാറുമായിട്ട് പെരുന്തച്ഛനായിരുന്നു എൻ്റെ ആദ്യത്തെ മലയാളം സിനിമ. അപ്പോൾ മലയാളം ആദ്യത്തെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് തന്നത് ഈ 2 പേരായിരുന്നു. അങ്ങനെ ഒരു നന്ദിയുണ്ട് അവരോട്. പിന്നെ ഈ ലെജൻഡറി ആർട്ടിസ്റ്റിനോട് അഭിനയിക്കുക എന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിന് എനിക്ക് സന്തോഷം, വലിയ സന്തോഷം. ഇത് രണ്ടാമതും ഇങ്ങനെ ഇറങ്ങുന്ന എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് 10 ദിവസം മുമ്പ് ഇങ്ങനെ ഉണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊരു സന്തോഷിച്ചു പോയി. വലിയൊരു ഈ സമയത്ത് ലാലേട്ടൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ പടത്തിലുണ്ടല്ലോ ഇവിടെ, അത് മതിയല്ലോ. പടത്തിൽ ഇപ്പൊ കണ്ടതിൽ ഏറ്റവും സ്വന്തം അഭിനയിച്ച ഏത് സീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഞാനാണോ അത് ചെയ്തത് പര എന്ന് ഞാൻ ഈ ഷർട്ട് കോളർ പിടിച്ച് ചോദിക്കില്ലേ? അപ്പോൾ അതിലുള്ള റിഗറാണ്, ഒരു ആക്ട്രസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതിലുള്ള ഒരു റിഗറാണ് എനിക്ക് എൻ്റെ ഭാഗം എനിക്ക് ഇഷ്ടമായത്. അല്ലാതെ മുഴുവൻ പടത്തിൽ മോഹൻലാൽ സാർ കഥ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഒരു അത്ഭുതം, ഭയങ്കര അത്ഭുതമാണ്. വേറെ ആരായാലും അങ്ങനെ ഒരു കഥ പറഞ്ഞാൽ ഒരു ബോറടിക്കുമായിരുന്നു. പക്ഷെ അവരുടെ ഈ മോഡുലേഷനും കൊണ്ട് ഇത്രയും കാലം ആൾക്കാരെ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ രണ്ടാം ഭാഗം ഉണ്ടാവുമെന്നൊക്കെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവോ? ഇതിന് രണ്ടാം ഭാഗം വരും അറിയില്ല, ഇനി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ട്. രണ്ടാമത്തേക്ക് കോള് വന്നാൽ എന്തായാലും വരും. തീർച്ചയായും വരും. ഓക്കെ മാഡം, താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.